ഒരാൾക്ക് നാടിനെ കിടുകിടാ വിറപ്പിച്ച എന്നൊക്കെയാണ് വില്ലനൊക്കെ ആയിരുന്നു അനി. പക്ഷെ ഇപ്പം അതൊന്നുമല്ല. ഇപ്പം നമ്മൾ മാന്യമായിട്ടൊക്കെ ഒതുങ്ങി ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇട്ടായി. സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഓട്ടയാണ്. ഇത് സത്യം എൻ്റെ വീടാണത്. കാരണം വെച്ചാൽ ഞാനിതിൽ 5 കൊല്ലം വരെ ഇതിനകത്ത് ഞാൻ കിടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്നുള്ളത് തിരുവനന്തപുരം ശ്രീകാര്യത്താണ്. ഒരു അടിപൊളി ഒരു വ്യക്തിയെ പരിചയപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കഥ അറിയാനാണ്. എൻ്റെ ഈ പുറകിൽ കിടക്കുന്ന ഓട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു വ്യത്യസ്തമാകുന്നുണ്ടല്ലേ? നല്ല ചെടിയൊക്കെ പിടിപ്പിച്ച് നല്ല വ്യത്യസ്തമായ ഒരു ഓട്ടോ. നമ്മുടെ RCCയിൽ വരുന്നവർക്കും മെഡിക്കൽ കോളേജിലൊക്കെ വരുന്നവർക്കൊക്കെ സുപരിചിതമാണ് ഈ ഓട്ടോ. അതുകൊണ്ട് ഇത് മറ്റുള്ള നമ്മുടെ മലയാളികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിയുടെ ഓട്ടോ ആണിത്. അപ്പോൾ അനിച്ചേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആരാണ് സാഗർ എലിയാസ് അനി? ഞാൻ തന്നെയാണത്. ഞാൻ തന്നെയാണ്. ആ കഥ ഞങ്ങൾക്ക് വേണ്ടി പറയുമോ? നമ്മളെ ഒരു ചുറ്റുവട്ടത്തിൽ നമ്മൾ ഭയങ്കര അലമ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ വണ്ടി ഏതൊരു വാർത്താ ചാനലിൽ ഞാൻ കണ്ടത് ഒരാൾക്ക് നാടിനെ കിടുകിടാ വിറപ്പിച്ച എന്നൊക്കെയാണ് വില്ലനൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം അതൊന്നുമല്ല. ഇപ്പം നമ്മൾ മാന്യമായിട്ടൊക്കെ ഒതുങ്ങി ചില ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇട്ടായി അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു കൂട്ടത്തിൽ അങ്ങനെയൊക്കെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ക്യാൻസർ രോഗികൾക്ക് സൗജന്യ യാത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഈ ഓട്ടോയിലാണ് നമ്മുടെ അനിച്ചേട്ടൻ നിർധനായ രോഗികളെയും ഒക്കെ RCCയിലേക്കും മെഡിക്കൽ കോളേജിലേക്കൊക്കെ കൊണ്ടുവന്ന്. പിന്നെ നമുക്കിപ്പം പണ്ടത്തെ കണക്ക് കിടന്ന് അടികൂടി ജയിലിലൊന്നും കയറാൻ പോയാൽ ജയിലിലൊക്കെ 2-3 കണക്ക് ഞാൻ കിടന്നിട്ടുണ്ട്. അടികൂടി തന്നെയാണ് കിടന്നത്. അതുകൊണ്ട് എനിക്കിപ്പം ജയിലിലൊന്നും കയറാൻ പറ്റില്ല. കാരണം വെച്ചാൽ പിള്ളേരൊക്കെ പരിവായി. എൻ്റെ മോൻ തന്നെ വണ്ടി പാച്ചവർക്ക് പഠിച്ച് അങ്ങനെ എന്നെ കാലമുണ്ട്. മോൾക്ക് ഇപ്പം 10 പഠിച്ച് അങ്ങനെ ജയിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അത് അവർക്കൊരു ജീവിതത്തിൽ അതൊരു തോൽവിയായിട്ട് വരും. അതുകൊണ്ട് നമ്മളതെല്ലാം നിർത്തിവെച്ച്. സത്യത്തിൽ അനിച്ചേട്ടൻ്റെ ജീവിതത്തിൽ അനിച്ചേട്ടനെ ഈ ഒരു ജീവിതത്തിലേക്ക് ഇപ്പോഴത്തെ ആ ഒരു ലൈഫിലേക്ക് കൺവേർട്ട് ചെയ്ത ഒരു വ്യക്തിയുണ്ട്. ആരാണ് ആ വ്യക്തി? അത് ഞാൻ ആദ്യത്തെ തെങ്ങുമ്മക്കാരാണ് ഈ സാറിൻ്റെ വീട്ടിൽ പൊക്കൊണ്ടുവന്നത്. സത്യശീല സാറെന്നാണ് സാറിൻ്റെ പേര്. ആ സാറിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് ഒരു വെട്ടൊത്തി ഏണി മാത്രമേ ഉള്ളായിരുന്നു. ആ സാറ് പറഞ്ഞ കേട്ട് അന്ന് ഞാൻ ജയിലിൽ കിടന്നിട്ടാണ് ഇറങ്ങി സാറിൻ്റെ മുന്നിൽ ചെല്ലുന്നത്. അപ്പം പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ അനി എവിടെയായിരുന്നു? ഞാൻ ജയിലിലായിരുന്നു, വെട്ടുപാടിയും വെള്ളമടിച്ച് അങ്ങനെ പ്രശ്നമൊക്കെ ആയി അങ്ങനെ കിടന്നു, ജയിലിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ വീട്ടിൽ ചെന്നപ്പോൾ അവരെ അനിയത്തി അവരെ മക്കളൊക്കെ പറഞ്ഞു ഇനി അങ്ങനെ നടക്കല്ലും മാന്യമായിട്ട്. ഞാൻ അങ്ങനെ ഒരു 4-5 കൊല്ലം സാറ് പറയാൻ കേട്ടു. നമ്മൾ അവരെ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അവരെ കുടുംബത്തിൽ അവരെ വീട്ടിലെ ചെടികളും വെള്ളമൊഴിച്ച് നടയൊക്കെ തൂത്തുവാരി സാറ് പറയണേ കേട്ടുണ്ടൊക്കെ അങ്ങനെ ജീവിച്ചുകൊണ്ട് ഇന്ന് സാറ് എനിക്കൊരു വണ്ടിയും കാര്യമായി. ഇന്നെനിക്ക് 1 സെൻറ്റ് ഭൂമി അവർ വാങ്ങിത്തന്നു, വീട് വയ്ക്കാനും പൈസ തന്നു. അങ്ങനെയൊക്കെ നിന്ന് എന്നെ നല്ലപോലെ സഹായിക്കുന്ന ഒരു കുടുംബമാണ് അവർ. എന്നെ ഈ കടത്തിണ്ണയിലും ഈ വണ്ടിയിലും ഞാൻ ഒരുപാട് പ്രാവശ്യം കിടന്നിട്ടുണ്ട്. അന്നൊക്കെ എനിക്ക് വിഷമമൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കില്ല, അതുകൊണ്ട് ഞാൻ കടത്തിണ്ണെ കിടക്കണം എന്നുള്ളതിലുള്ള ഒരു അഹങ്കാരം മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ ഇന്നതല്ല. ഇന്ന് എനിക്ക് ഒരു കടമുണ്ട്, ഒരു വണ്ടിയുണ്ട്. സുഖമായിട്ട് ഞാൻ അവരെ ഇതിൽ തന്നെയാണ് ഇന്നും ജീവിക്കുന്നത്. അതായത് അനിച്ചേട്ടൻ ഇപ്പോൾ പറയുമ്പോൾ നമുക്കും മനസ്സിലാകുന്നത് ജീവിതത്തിൽ നമ്മുടെ എല്ലാം ജീവിതത്തിൽ നല്ലത് പറഞ്ഞു തരാനും നല്ലത് പ്രവർത്തിക്കാനും പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും തെറ്റായ രീതിയിൽ ഇല്ല. കാരണം ഞാൻ തെറ്റായ ലെവലിൽ പോയിട്ട് പോലും എന്നെ ഇവർ രണ്ടുപേരും പറയണേ, അവരെ മക്കൾ അവരെ അനിയത്തിയവരൊക്കെ പറയണ കേട്ട് ഞാൻ അന്ന് അങ്ങനെ ജീവിച്ചുകൊണ്ട് ഇന്ന് എനിക്ക് ഇന്ന് നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. ഇപ്പം ചാണകപ്പൊടി ബിസിനസ്സാണ് എനിക്ക് ജോലി. മാങ്കുഴിയിൽ ചാണകപ്പൊടി ബിസിനസ് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാം. ഓക്കെ. അപ്പോൾ ചേട്ടാ ഈ ഓട്ടോ ഇപ്പം സ്ഥിരം ഓട്ടോ ഒക്കെ ഓടാറുണ്ട്? അല്ല, ഇപ്പോഴും ക്യാൻസർ രോഗികളെ ഞാൻ പലയിടത്തു നിന്ന് തന്നെ വിളിക്കുന്നുണ്ട്. വിളിച്ചേട്ടനെ ഞാൻ അവിടെ ചെന്ന് അവരെ പിക്കപ്പ് നേരെ അവിടെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് പിന്നെ അവർക്കുള്ള ആവശ്യങ്ങൾ എങ്ങനെ അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ വേണമെങ്കിൽ ചെയ്തു കൊടുക്കും. പിന്നെ ബ്ലഡ് വേണമെങ്കിൽ ബ്ലഡ് കൊടുക്കും. അങ്ങനെയൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ആരും സഹായിക്കാറില്ല. 1 രൂപ പോലും അവരൊന്നും മേടിക്കുന്നില്ലല്ലേ? ചിലവർ തരും, ചിലവർ വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തരുന്ന ആൾക്കാരുണ്ട്. ചേട്ടാ വേണ്ടെന്ന് പറഞ്ഞാലേ അനി ഇരിക്കട്ടെ, നല്ല കാര്യം ചെയ്യണമില്ലേ, അതിലെ കൂടെ നിനക്കും കൂടെ എന്തെങ്കിലും സഹായിക്കട്ടെന്നും വേണ്ട. അങ്ങനെ എനിക്ക് ഈ ഓട്ടത്തിലെക്കാളും എനിക്ക് പൈസകൾ തന്നിട്ടുണ്ട്. പിന്നെ കൊച്ചു പിള്ളേരൊക്കെ വഴിയെ പോകുമ്പോൾ അങ്ങളെ കൊള്ളാങ്ങളെന്നും വേണ്ട ഹായ് ടാറ്റ കാണിക്കുന്നുണ്ട്. അങ്ങനെ ആക്കിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് ഈ പൈസ തരണേക്കാളും നല്ലൊരു ആക്റ്റീവായിട്ട് എനിക്ക് മനസ്സിന് നല്ല ഒരു സന്തോഷമാണ്. ഒരു ടെൻഷൻ ഇല്ലാതെ അങ്ങ് പോകുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഓട്ടയാണ്. ഇത് സത്യം എൻ്റെ വീടാണത്. കാരണം വെച്ചാൽ ഞാനിതിൽ 5 കൊല്ലം വരെ ഇതിനകത്ത് ഞാൻ കിടന്നിട്ടുണ്ട്. ഇതാ ഒരു ക്ലാമ്പ് ഞാൻ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലാമ്പിൽ അതേപോലെ അപ്പുറത്തെ ഒരു ക്ലാമ്പ്, ഇതൊരു ക്ലാമ്പാണ്.
ഈ ഒരു ക്ലാമ്പിൽ ഒരു ഇത് വെച്ചിട്ട് ഒരു പല പറക്കി അങ്ങനെ ഇട്ട് ഇതിൻ്റെ പുറത്ത് ഞാൻ കിടന്നിട്ടുണ്ട് 5-6 കൊല്ലം വരെ. അതിനുശേഷമാണ് എനിക്ക് സാർ എനിക്ക് വസ്തു വാങ്ങി തരുന്നത്. അനുചേട്ടാ, ആ സാഗർ ഏലിയാസ് അനി എന്ന പേര് ആരാണ്? സാഗർ ഏലിയാസ് അനി എന്ന പേര് എങ്ങനെയാണെന്ന്? ഞാൻ ആദ്യം ശ്രീകാര്യം ജംഗ്ഷൻ കൂടെ മെഡിക്കൽ പോകാൻ വേണ്ടി ഞാൻ രാവിലെ വന്നപ്പോഴത്തേക്ക് കിടിലംപ്രൂ സിക്ക എന്നെ കണ്ട് കൈ കാണിച്ച് എൻ്റെ പറഞ്ഞൊരു ഇതെടുക്കുക. അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിഞ്ഞുകൂടാ, വീഡിയോ എന്തോ ആണോ അല്ലെങ്കിൽ ഏതാണോ. അപ്പോൾ അയാൾ എന്നെ മൊബൈലിൽ പിടിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്താണ് പേരെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അനിയെന്ന് പറഞ്ഞു. അപ്പോൾ ആ കാക്ക എന്നെ പറഞ്ഞു അനിയെന്ന് ഇട്ടിട്ട് ഒരു വെറൈറ്റി ഇല്ല. അവർ എന്നെ പറഞ്ഞു ഞാൻ സാഗർ എലിയാസ് അനിയെന്ന് ഇട്ടാൽ മതിയെന്ന്. പിന്നെ അങ്ങനെ എന്നെ അങ്ങ് ആയിക്കോട്ടെന്ന് ഞാനും വിചാരിച്ച്. അങ്ങനെ ഇക്ക ഇട്ട പേരാണ്. വേറെ ഒരു അലമ്പിനും പോകുന്നില്ല, വേറെ കൂട്ടുകാർ ചെന്ന് വെള്ളം അടിക്കാനോ മറ്റുള്ളതൊന്നുമില്ല. അങ്ങനെ ഒരു സ്വാമിയായിട്ട് അങ്ങ് പോകുന്നു. ഇതാണ് എൻ്റെ സാമ്രാജ്യം. ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത സാമ്രാജ്യമാണത്. 2 ഷോപ്പുണ്ട്. ഒന്ന് ഉള്ളൂരാണ്. ഉള്ളൂർ ചേട്ടനാണ് ഇരിക്കുന്നത്. കച്ചവടം ഉണ്ടെങ്കിൽ ലാഭം തന്നെയാണ്. പിന്നെ നമ്മൾ ചിലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകും. പിന്നെ ഇതാകുമ്പോൾ പോലീസിനെയും പേടിക്കുന്ന പട്ടാളത്തിനെയും പേടി ആരെ വായിരിക്കണേയും കേൾക്കണ്ട. നല്ല സാധനം കൊടുത്ത് ആൾക്കാർ നമ്മളൊന്ന് മേടിച്ചുകൊണ്ട് പോകും. നമ്മളിതിന് മായമൊന്നും കൊടുക്കുന്നില്ല, നമ്മൾ ഉള്ള നല്ല ഫ്രഷായിട്ട് തന്നെ കൊടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും വാങ്ങിച്ചിട്ട് പോകും. അത് നമ്മളിപ്പോൾ സമയം അവർ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ ഇവിടെ ഇട്ടിട്ട് തന്നെ പോണത്. ഇപ്പോൾ ഒരാൾ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഇവിടെ വാരിയിട്ടിട്ട് അങ്ങ് പോകും. അവർ നമ്മളെ പ്രതീക്ഷിച്ച് വിളിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ നമുക്ക് മെനക്കെടുത്ത് വിടാൻ പറ്റില്ല. ചിലപ്പോൾ വേറെ വണ്ടി വിളിക്കാതായിരിക്കും എന്നെ വിളിക്കുന്നത്. അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. ഇനിയും പോകും. എന്നെ കൊണ്ട് കഴിയുന്ന എന്തൊക്കെയാണോ അതൊക്കെ ചെയ്യും. എൻ്റെ ഒരു പണമില്ല കൊടുക്കാൻ, എന്നെ ആരും സഹായിക്കാനുമില്ല. എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ സഹായിക്കും, ഇത്രയേ ഉള്ളൂ. പാക്ക് ചെയ്ത് വെക്കും. പാക്ക് ചെയ്ത് വെച്ചാൽ എനിക്ക് മഴ സമയമാകുമ്പോൾ പേടിക്കണ്ട. അല്ലെങ്കിൽ മഴയത്ത് നമുക്ക് ഉണക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉണക്കമുള്ളതുകൊണ്ട് ഞാനിത് ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കും. അയ്യോ, നമ്മൾ ആരെ കണ്ടാലും ഇപ്പോൾ തൊഴുത് മാറിയാണ് പോണത്. കാരണം വെച്ചാൽ നമുക്കിടന്ന് അടി കൂടാനും ജയിലിൽ കയറാനും വയ്യാത്തതുകൊണ്ട് ആ പണ്ടത്തെ ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ ചിരിച്ച് കളിച്ച് അങ്ങ് പോകും. കാരണം എന്ന് വെച്ചാൽ അവരൊക്കെ വൈരാഗ്യങ്ങൾ കാണുമായിരിക്കും. നമ്മളത് വൈരാഗ്യം ഉണ്ടെങ്കിലും നമ്മളത് ഫീൽ ചെയ്യില്ല. നമ്മളങ്ങ് മിണ്ടാതെ അങ്ങ് പോകും. ഞങ്ങൾക്ക് മാനമായിട്ട് സന്ധ്യ ആകുമ്പോൾ നമുക്ക് ജീവിക്കാനുള്ളത് ഇതിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്കത് അപ്പോൾ നല്ല ഹാപ്പിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അനുചേട്ടാ, അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. എന്തായാലും അനുചേട്ടൻ്റെ ബിസിനസ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് പോട്ടെ. നല്ല പോലെ ഇനിയും സാമൂഹിക സേവനങ്ങളും പ്രവർത്തനങ്ങളൊക്കെ നടത്താനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പം 2 ഷോപ്പ് എന്നുള്ള ഒരു 4 ഷോപ്പ് അല്ല 6 ഷോപ്പിലേക്കൊക്കെ മാറട്ടെ. കച്ചവടമൊക്കെ പൊടി പൊടിക്കട്ടെ. അപ്പോൾ ചേട്ടാ, എല്ലാവിധ ആശംസകളും.